ചരിഞ്ഞു കിടക്കുന്ന ആനയെ വരെ ഇനി എടുത്തുയർത്താം ഈ ഒരു മിഷനും റിമോട്ടും മാത്രം മതി. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഞാനെന്നുള്ളത് കോയമ്പത്തൂരാണ്. നമുക്കറിയാലോ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന സ്ഥലമാണ് കോയമ്പത്തൂർ എന്ന് പറയുന്നത്. അതുകൊണ്ട് കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. അതായത് കണ്ടോ, എന്നെ പറഞ്ഞിരിക്കുന്ന രണ്ട് ഐറ്റങ്ങളുണ്ടോ. ഇത് മിനി ക്രെയിനാണ്. അതായത് ഒരു ചരിഞ്ഞു കിടക്കുന്ന ആനയെ വരെ പൊക്കാൻ പോലും ശേഷിയുള്ള മിനി ക്രെയിനാണ്. അപ്പം ഇതിന്റെ വിശേഷമാണ് പങ്കുവെക്കാൻ പോകുന്നത്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതായത് അബ്ദുൽ ബ്രോ നമ്മളോടൊപ്പം ഉണ്ട്. നമസ്കാരം. നമസ്കാരം. എന്താണ് നമ്മുടെ ശരിക്കും ഒരു ഷോപ്പ്? നമ്മുടെ ഷോപ്പിൽ മെയിൻ ഡീലിംഗ് ആയി ചെയ്യുന്നത് നമുക്ക് മിനി ലിഫ്റ്റ് എന്ന് പറയും. ഇത് ബിൽഡിംഗ് മുകളിൽ സാധനങ്ങൾ, സിമെന്റ്, ബാഗ് അല്ലേ, പിന്നെ മണ്ണ് കട്ടൊക്കെ കൊണ്ടുപോകുന്ന മെയിൻ സാധനം ഇത്. അതായത് കൺസ്ട്രക്ഷൻ അത് മെയിൻ സിവിലിൽ വരുന്നത്. നമുക്ക് ലേബർ കാസ്റ്റ് ഒരു ദിവസം 10,000 രൂപ വരുന്ന കാസ്റ്റ് നമുക്ക് 5,000 രൂപ നമുക്ക് ലെസ്സാക്കാം. അതായത് 10,000 രൂപയ്ക്ക് നമുക്ക് ലേബർ കൊടുക്കുന്ന സാധനം ഒരു 5,000 രൂപയ്ക്ക് താഴെ. അതെ, ഈ മെഷീൻ വെച്ചാൽ ഒരു ദിവസത്തേക്ക് 5,000 രൂപ സേവ് ആക്കാം. അപ്പൊ നമുക്കിത് ഇന്ത്യയിൽ എവിടെയല്ലേ നമുക്ക് ആൾ ഓവർ ഇന്ത്യ നമുക്ക് സപ്ലൈ ചെയ്യുന്ന മെറ്റീരിയലാണ്. എല്ലാ ഭാഗത്തും നമുക്ക് കൊറിയർ സർവീസ് ഉണ്ട്. ഇന്ന് പേയ്മെന്റ് അയച്ചാൽ നമുക്ക് നാളെ അവർക്ക് സർവീസിൽ എല്ലാ ഡെലിവറി കൊടുക്കാൻ കഴിയും. അപ്പൊ ഇതിന്റെ ഈ പ്രവർത്തനമൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കും നമ്മൾ? അതൊക്കെ ഈസി. അതൊക്കെ നമ്മൾക്ക് 2 റിമോട്ട് നമുക്ക് അതിൽ തരുന്നുണ്ട്. ജസ്റ്റ് 2 ബട്ടണാണ്. അത് അമർത്തി കൊടുത്താൽ മതി. ജസ്റ്റ് ഒരു അമർത്തിയാൽ മതി. നമുക്ക് 500 kg സാധനം മുകളിൽ ഫ്രീ ആയിട്ട് പോകും. നമ്മുടെ കയ്യിൽ ഇത് മോഡലിൽ 500 kg ഉണ്ട്, 800 kg ഉണ്ട്, 1000 kg ഉണ്ട്. മെയിനായിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്നത് സിവിലിന് കൊണ്ടുപോകും. പിന്നെ വലിയ വലിയ കിണറൊക്കെ കുളിക്കുന്നില്ലേ, പിന്നെ ഉള്ളിൽ നമുക്ക് പഴയ കഷ്ണങ്ങള് ചളിയൊക്കെ വാറാണ്. അതെ. പിന്നെ റിങ് ഇറക്കാണ്, പുതിയ കിണർ പണിയാണ്, പുതിയ ബിൽഡിംഗ് പണിയാണ്. എല്ലാത്തിനും ഇതുപോലത്തെ ലിഫ്റ്റ് വന്നാൽ നമുക്ക് ലേബർ കാസ്റ്റ് ഒത്തിരി നമുക്ക് ലെസ്സാക്കാം. നമുക്കിത് മാനുവൽ മാത്രമേ ഉള്ളൂ. നമുക്കിത് ഇലക്ട്രിക്കൽ ഉണ്ട്. ഇലക്ട്രിക്കലാണ് ഏറ്റവും ബെസ്റ്റ്. ഇലക്ട്രിക്കൽ പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് റിമോട്ട് ആണ്, വർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ബട്ടണിൽ മൊത്തം 3 ബട്ടൺ ഉണ്ട്. ഇത് എമർജൻസി സ്റ്റോപ്പർ ബട്ടൺ ആണ്. ഈ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അപ്പും പോവില്ല, ഡൗണും പോവില്ല. ഓക്കെ. ജസ്റ്റ് ഒരു റൊട്ടേറ്റ്, അപ്പമത്തി അപ്പ് പോകും, ഡൗൺ ആകുമ്പത്തെ ഡൗൺ വരും. അത്രേ ഉള്ളൂ. നമുക്ക് ഈ ബട്ടൺ അമർത്തിയാൽ മതി. 500 kg സാധനം ഈസി ആയിട്ട് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പ്രത്യേകം പോയി ക്ലാസ് ഒക്കെ പോയിട്ട് വരണം ഒന്നുമില്ല. 10ാം ക്ലാസ് പഠിച്ച ആളായാലും ശരി, 8ാം ക്ലാസ് പഠിച്ച ആളായാലും ശരി, ഒന്നും പഠിക്കാത്ത ആളായാലും ശരി, നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാം. ജസ്റ്റ് 2 ബട്ടൺ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. നമ്മളെ ജസ്റ്റ് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ലെങ്കിൽ പോലും എനിക്ക് പോലും ഉപയോഗിക്കുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് ഇതിന്റെ ഒരു പ്രവർത്തനം ഉണ്ടായത്. നമുക്ക് ഇവിടെ ഒരു ചുവന്ന ഒരു ബട്ടൺ ഉണ്ടാവും. എമർജൻസി സ്റ്റോപ്പർ ആണ്. അത് അമർത്തി കഴിഞ്ഞാൽ എവിടെയും പോലെ സാധനം അവിടെ തന്നെ നിൽക്കും. ഓക്കെ. പിന്നെ എന്നിട്ട് നമ്മൾ റൈറ്റിലേക്ക് തിരിച്ചു കഴിഞ്ഞാൽ മുകളിലേക്കോ താഴേക്കോ എവിടോട്ടും പോകാം അല്ലേ? ഞാനിപ്പോ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. നമുക്ക് ഈ കോയമ്പത്തൂർ ഒരുപാട് ലിഫ്റ്റിംഗ് മെഷീൻ ചെയ്യുന്ന സ്ഥാപനം ഉണ്ടായിരിക്കും. എന്തുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ആൾക്കാർ വരണം? ഇപ്പൊ കോയമ്പത്തൂരിൽ ഏകദേശം ഒരു 150 to 300 കടകൾ ലിഫ്റ്റിംഗ് പണി ചെയ്യുന്നവരുണ്ട്. നമ്മുടെ കടയിൽ അപ്പൊ അവരൊക്കെ റേറ്റ് പറയുമ്പോൾ 50,000 രൂപ പറഞ്ഞാല് ലിഫ്റ്റിനും സ്റ്റാൻഡേർഡ് മാത്രമേ പറയുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. നമ്മുടെ സ്റ്റാർട്ടിങ് ക്വാളിറ്റി 52,000 രൂപയ്ക്ക് 500 kg വരെ പൊക്കുന്ന സാധനം കൊടുക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് ഒരു മോട്ടർ, ഒരു ഫ്രെയിം, 2 അർബാണ പൊന്തിക്കുന്ന ചങ്ങല, അത് ഫിറ്റ് ആക്കുന്ന സ്പാനർ, പിന്നെ അതിൽ എക്സ്ട്രാ റിമോട്ട് ആൾറെഡി മെഷീനിൽ തന്നെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതല്ലാണ്ട് എക്സ്ട്രാ സ്പാനർ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. പിന്നെ ഗ്രീസ്, മെഷീനിൽ ഗ്രീസ് അടിച്ച് കൊടുക്കണം. അതിന് ഗ്രീസ് കണ്ണും കൊടുക്കുന്നുണ്ട്. ഇത്ര നമുക്ക് കാമ്പോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം വെറുതെ കാമ്പോ കൊടുക്കുമ്പോൾ ക്വാളിറ്റി കുറച്ചാണ് കൊടുക്കുന്നില്ല. 1 year വാറണ്ടി അടക്കം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ 500 രൂപ എത്ര രൂപ കൊടുക്കാൻ പറ്റും? 52 രൂപ നമ്മുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് ആണ്. 52,000. നമുക്ക് ഏറ്റവും ടോപ്പ് വേരിയന്റ് എത്ര രൂപ? ടോപ്പ് വേരിയന്റ് പറയുമ്പോൾ നമുക്ക് 1000 kg ഫ്രെയിം വരും, 1000 kg മോട്ടർ വരും. റോപ്പിന്റെ ലെങ്ത് പറയുമ്പോൾ നമുക്ക് 30 മീറ്റർ 19 മീറ്റർ തിക്നെസ് വരും. അതിനും എക്സ്ട്രാ ഫിറ്റിംഗ്സ് അർബാണൊക്കെ ചേർത്തിട്ട് നമുക്ക് 75,000 രൂപ വരുന്നുണ്ട്. 75,000. മറ്റൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് എത്ര മീറ്റർ വരെ ഇതിനെ നമുക്ക് താഴ്ത്തി? നമുക്ക് ബിൽഡിംഗ് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് 166 അടി വരെ താഴെ പോകും. 166 അടി പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങിന്റെ ഫ്ലോർ പറയുമ്പോൾ നമുക്ക് 10 അടിയാണ്. 166 അടി പറയുമ്പോൾ നമുക്ക് 16 ഫ്ലോറായി. അത്ര വലിയ പണിയൊന്നും ആരും ഇപ്പോൾ ചെയ്യുന്നില്ല. നാട്ടിലാണെങ്കിൽ 3 ഫ്ലോറാണ് മാക്സിമം. തമിഴ്നാട്ടിൽ അങ്ങനെ തന്നെയാണ്. അഥവാ നമുക്ക് സാധനം താഴത്ത് വെച്ചോ, ബിൽഡിംഗ് അല്ലാണ്ട് കിണർ വിളിക്കണം പറഞ്ഞാൽ നമുക്ക് 167 അടി താഴെ വരെ പോകും. അതെ. അതാണ് ഈ മെഷീൻ വാങ്ങിച്ചുകൊണ്ട് പോയാൽ ബിൽഡിംഗ് പണിയായാലും ശരി, കിണർ പണിയായാലും ശരി, എല്ലാത്തിനും നല്ല ലാഭമുണ്ട്. മാക്സിമം ഇത് കൊണ്ടുപോകുന്നവർ റെന്റിൽ കൊടുക്കാനാണ് കൊണ്ടുപോകണം. ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ കയ്യിൽ ഒരു 50,000 രൂപ പൈസ ഉണ്ട്, നിങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ചോ. നിങ്ങൾ ഒരു ആഡ് ഇട്ട് കഴിഞ്ഞാൽ മാത്രം മതി. ദിവസം 600 രൂപ വെച്ചിട്ട് നമുക്ക് റെന്റ് വാങ്ങിക്കാം. അതെ, വാടകയ്ക്ക് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കടയിൽ ലിഫ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെടുന്ന ബോത്ത് മാനുവൽ ആകട്ടെ ഇലക്ട്രിക്കൽ ആകട്ടെ എല്ലാ സാധനവും നമുക്ക് സ്റ്റാർട്ടിങ് 100 കിലോയിൽ നിന്ന് 5,000 കിലോ, 10,000 കിലോ, 16,000 കിലോ എല്ലാ പൊക്കുന്ന സാധനം റെഡി സ്റ്റോക്ക് ആയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആൾറെഡി ഒരാൾക്ക് വലിയ മൊബൈൽ ക്രെയിൻ ഉണ്ട്, അവർക്ക് ബെൽറ്റ് വേണം പറഞ്ഞാൽ നമുക്ക് എല്ലാ സൈസ് ബെൽറ്റുകളുണ്ട്. അപ്പോൾ ഇതാണ് ആ ബിൽഡിങ്ങിന് മുകളിൽ സാധനം കൊണ്ടുപോകുന്ന മോട്ടർ. നമുക്കിത് 3 HP മോട്ടർ വരിക. ഡബിൾ സൈഡ് കൂളിംഗ് ഫാനിൻ്റെ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് 2 സൈഡ് കൂളിംഗ് ഫാൻ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വോൾട്ടേജിൻ്റെ ഡിസ്പ്ലേ അതിൽ തന്നെ ഉണ്ട്. ഇൻകേസ് ഉപയോഗിക്കുമ്പോൾ നമുക്ക് പവർ ഓഫ് ആയി പറഞ്ഞാൽ ഈ ലിവറില്ലേ,
ലിവർ മാത്രം അമർത്തി കൊടുത്താൽ മതി, സാധനം താഴത്ത് അങ്ങനെ മെല്ലെ ഇറങ്ങിക്കോളും. നമുക്ക് മുകളിൽ കൊണ്ടുപോകണം, സെക്കൻഡ് ടു തേർഡ് ഫ്ലോർ കൊണ്ടുപോകണം പറഞ്ഞാൽ 2 സൈഡ് പിടിച്ച് കൊണ്ടുപോകണമെങ്കിൽ 2 ഹാൻഡിൽ ഇതിൽ തന്നെ ഉണ്ട്. എല്ലാം പക്കാവ കോംബോ ആയിട്ട് വരും. നമുക്കിപ്പോഴേ ഈ വീട് കണ്ടിട്ട് സംശയം ഉണ്ടാവും, നമ്മളിപ്പം പൈസ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഉറപ്പായിട്ട് കിട്ടുമോ എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഹോൾസെയിലാണ് ചെയ്യണേ, ആൾക്കാർ അക്കൗണ്ടിൽ പൈസ ഇടുന്നത്, അവർക്ക് സാധനം പോകാനുള്ള ഇതുണ്ടാവും, പേടി ഉണ്ടാവും. നമ്മുടെ ഗോഡാണ് വന്നിട്ടുള്ളത്, വേറെ ഹൗസ് നമ്മുടെ സ്റ്റോക്ക് കാണിച്ചു കൊടുക്കുക. അവർക്ക് സ്റ്റോക്ക് നോക്കിയിട്ട് അവർ പൈസ അയച്ചാൽ മതി. ഇല്ലെങ്കിൽ അവരുടെ നാട്ടിൽ ആൾറെഡി വാങ്ങിച്ച കസ്റ്റമറിന്റെ കുറേ പേര് റെഫറൻസ് ഉണ്ടാവും, അത് നമ്പർ കൊടുക്കുക, നമ്മളെ കുറിച്ച് ചോദിക്കുക, പിന്നെ പൈസ ഇട്ടാൽ മതി. അങ്ങനെ മതി, അത്ര ഉറപ്പാണ് നൽകുന്നത്. നമ്മുടെ ഗോഡൌൺ കാണിക്കാൻ പോവാണ്, അതിനകത്തുള്ള സാധനം കണ്ട സാധനം മനസ്സിലാകും, ഇവരാരെയും പറ്റിക്കുന്ന അങ്ങനെയുള്ള ഇടപാടൊന്നുമില്ല. പൈസ അയക്കുന്നവർക്ക് ഉറപ്പായിട്ടും പ്രോഡക്റ്റ് എത്തിയിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഒരു സ്ഥാപനം എവിടെയാണ് വരുന്നത്? നമ്മൾ കോയമ്പത്തൂര് മെയിൻ ഹബ്ബാണ് ഉക്കടം എന്ന് പറയാം. ഉക്കടം ബസ് സ്റ്റാൻഡ് നമുക്ക് അവർ ഇറങ്ങിക്കഴിഞ്ഞാല് 100 മീറ്റർ വാക്കിംഗ് ഡിസ്റ്റൻസിലാണ് നമുക്ക് വരുന്നത് ഉക്കടം പുതിയ മാർക്കറ്റ് പറഞ്ഞ സ്ഥാപനം. പുതിയ മാർക്കറ്റ് ഉള്ളിൽ കയറിയാൽ ഫസ്റ്റ് റൈറ്റിൽ നേരെ കട കണ്ട ലിഫ്റ്റിംഗ് സൊല്യൂഷൻ ബോർഡ് ഉണ്ടാവും. ആയിഷ ലിഫ്റ്റിംഗ്. അതെ, ഉള്ളിൽ കയറുക, ഫസ്റ്റ് റൈറ്റ് തിരിയുക, നേരെ ബോർഡ് കാണുക. ഇതാണ് നമ്മുടെ സ്ഥാപനം, മെയിൻ സ്ഥാപനം ഇതാണ്. ഓക്കെ, ഇനിയിപ്പം ബസ് വരുന്നവർക്ക് മനസ്സിലാവും, ഇപ്പൊ ട്രെയിനാണ് വരുന്നെങ്കിലോ? ഇപ്പൊ നമുക്ക് കോയമ്പത്തൂർ വരുന്നവർക്ക് ഉക്കടം ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ നമ്മുടെ ഷോപ്പ്, അഥവാ ഒരു സ്റ്റേഷനിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ അവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ഷോപ്പിൽ വരാനുള്ള സ്ഥലം. അതായത് ഉക്കടം ന്യൂ മാർക്കറ്റ് ചോദിച്ചാൽ മതി. അതെ, കേട്ടല്ലോ. ഇപ്പൊ നമുക്ക് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിലും ബസ് സ്റ്റാൻഡിലാണെങ്കിലും വരുന്നവർക്ക് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. നടന്നാൽ പോലും എത്താത്ത ദൂരേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഉക്കടം ന്യൂ മാർക്കറ്റിൽ, നമ്മുടെ ആയിഷ ലിഫ്റ്റിംഗ് സൊല്യൂഷനിൽ. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഈ കേരളത്തിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. ഒരുപാട് നമുക്ക് ഈ ലേബർ കുറയ്ക്കാൻ പറ്റുന്ന ഒരു സംഗതി തന്നെയാണ് നമ്മുടെ ഈ ലിഫ്റ്റിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്കും താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയിൽ നമ്പർ ഉണ്ടാകും, ഇവരെ വിളിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ മുഴുവൻ തീർത്തു തരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ലിഫ്റ്റ് ചെയ്യേണ്ട സാധനങ്ങളെല്ലാം മുഴുവനായിട്ട് ലിഫ്റ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എത്ര പെട്ടെന്ന് വിളിച്ചോ. ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. ബൈ.